ഗുഡ് മോർണിംഗ്. ഹായ്, ഹലോ, നമസ്കാരം. ആരെയാണ് ഇന്ന് ഞാനും ചക്കിയും കൂടി രാവിലെ തന്നെ കിടങ്ങൂർ അമ്പലത്തിൽ നിർമ്മാല്യം തൊഴാൻ പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് വിളക്കൊക്കെ കഴുകി നല്ല സുന്ദരിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ രാവിലെ തന്നെ കത്തിച്ച് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം പിങ്കിയുടെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം ആ പറമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എന്തെങ്കിലും പണി ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നതാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടനെ കണ്ടോ, ഇതാണ് നമ്മുടെ ബബുലു. ഇവനെ ചക്കി ഇന്നലെ കഴുകി ഇവനെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇവൻ ഉണങ്ങാത്തോണ്ട് ഇവനെ കുറച്ച് നേരം കൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീക്ക് ഓഫ് ആയതുകൊണ്ട് ഒരാഴ്ചത്തെ കംപ്ലീറ്റ് പരിപാടികൾ നമ്മൾ ഇന്നത്തേനാണ് മാറ്റിയിരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഈ വേസ്റ്റ് പെറുക്കുക എൻ്റെ ഒരു ഹോബിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, യാതൊട്ടും അവിടെ ഇവിടെയും കാണുന്ന എല്ലാ ചപ്പും ചവറും പെറുക്കി നമ്മുടെ മുറ്റത്ത് കൊണ്ട് ഒരു ഞായറാഴ്ച ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ വരുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആ ഫ്രണ്ടിലെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വെറുതെയാണ്. അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ അവൻ നേരെ തിരിച്ച് അതേപടി തന്നെ കൊണ്ടിടും. കുറച്ചധികം തുണി ഇന്ന് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണി അലക്കാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് ക്ലീനിങ്ങും തുണി അലക്കും ഒക്കെ ഇങ്ങനെ കൂടി കിടന്നു കഴിയുമ്പോഴുണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഗൈസ്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കും കേട്ടോ. അങ്ങനെയൊക്കെ തീർത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. ആ സമാധാനത്തിൽ വന്നിരുന്നത് ഞാൻ നല്ല നല്ല ചൂട് മസാല ദോശയും ചമ്മന്തിയും കൂടെ കഴിച്ചു. ചക്കി ഉണ്ടാക്കി തരുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ യാതൊട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അവൻ എൻ്റെ എളിയിൽ കയറിയിരിക്കുവാണ്. ഇവന് പ്രായം കൂടുന്നതിനനുസരിച്ച് വാശിയും കൂടുന്നുണ്ട് ഗൈസ്. അതും പതുക്കെ മുളയിലെ അങ്ങ് നുള്ളണം. അപ്പോൾ അതെ, നുള്ളുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, അമ്മ നമ്മുടെ മുറ്റത്തിറങ്ങി കുറച്ച് പച്ചക്കറികൾ നുള്ളിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ. വാ. രാവിലെ കുളിച്ചിട്ട് എഴുന്നേറ്റുള്ള പ്രാർത്ഥന അമ്മയുടെ ഒരു ഹോബിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള മറ്റൊരു ഹോബിയാണ് ഈ പച്ചക്കറിത്തോട്ടം. അമ്മയ്ക്ക് സമയമേ ഇല്ല. അമ്മയ്ക്ക് 24 മണിക്കൂർ തികയാത്ത ഒരാളാണ് എൻ്റെ അമ്മ. അമ്മ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് സമയം കണ്ടെത്തി അമ്മയുടെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. ഉച്ചയ്ക്കത്തേനും നമുക്ക് സാമ്പാറാണ്. അപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ തെക്കാളിയും വെണ്ടയ്ക്കായും ഒക്കെ പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തെക്കാളിയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറെ അമ്മ പുറത്തു നിന്നുള്ള വളം ഒന്നും അമ്മ ചേർക്കാറില്ല കേട്ടോ. നമ്മുടെ പച്ചക്കറി വേസ്റ്റും ഒക്കെ മാത്രമേ ഇടാറുള്ളേ. അപ്പം നമുക്ക് ഒരു കിലോ എടുത്ത് നമുക്ക് തെക്കാളിയോളം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തെക്കാളിയുണ്ട്, ക്യാബേജ് ഉണ്ട്, വഴുതനയുണ്ട്, പാവയ്ക്കയുണ്ട്, പയറുണ്ട്, മുളകുണ്ട്, മുരിങ്ങയ്ക്ക, അങ്ങനെ അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ നമ്മുടെ ഈ കൊച്ചു സ്ഥലം, നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒത്തിരി സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്ഥലമില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കുറച്ച് നടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അമ്മ ചെയ്യുന്ന ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അമ്മ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ 10 കിലോയുടെ അരി വാങ്ങിക്കുന്ന സഞ്ചി എടുത്തിട്ട് വെക്കും. എന്നിട്ട് നമ്മൾ പള്ള അടിച്ചു കൂട്ടി വാരത്തില്ലേ, നമ്മൾ ചപ്പെന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ അടിച്ചു കൂട്ടി വാരുന്ന ചപ്പും ഇലകളും എല്ലാം കൂടി അമ്മ എടുത്തിടും. പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കിട്ടുന്ന ചാരം ഇടാറുണ്ട്. പ്ലാസ്റ്റിക് നമ്മൾ ഇടാറില്ല. ഇതിങ്ങനെ കുറച്ച് ദിവസം അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ ഇത് മണ്ണ് പോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ പയറും തക്കാളിയും വേജ്, മുളക്, കോളിഫ്ലവർ, പിന്നെ നമ്മുടെ കാച്ചിൽ വരെ അമ്മ അതിനകത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്. അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നിങ്ങൾക്കിത് വർക്കായില്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ചീത്ത പറഞ്ഞോ, ഞാൻ കേട്ടോളാം. കാരണം ഇത് വർക്കാകും. അതെനിക്ക് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്കിത് വർക്കാകും. കാരണം ഇത് നമ്മളിത് കുറേ നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകും എന്നോർത്ത് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഒരു കുഞ്ഞു വെണ്ടയ്ക്ക. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങളുടെ അമ്മയ്ക്കാട്ടോ. അപ്പം നമ്മൾ ഇതിന് വരാറില്ല. നമ്മൾ ഇടയ്ക്ക് ഓഫൊക്കെ കിട്ടുമ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നതല്ലാതെ ബാക്കി ഒരു കാര്യത്തിനും നമ്മൾ ആരും വരാറില്ല. അമ്മ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അമ്മയ്ക്ക് മാത്രമാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയതേ. പച്ചക്കറിയുടെ സത്ത് വേസ്റ്റിന്റെ എന്നാ വേസ്റ്റൊക്കെയാ? പച്ചക്കറി, എല്ലാ പച്ചക്കറി വെളുത്തുള്ളിയുടെ തൊലി, ഉള്ളി, സവോള തൊലി, ഇതെല്ലാം കൂടെ ഇട്ട് ഇത് കണ്ടതാട്ടോ. എല്ലാം കൂടെ എടുത്തിട്ട് ഇതാണ് അമ്മ പച്ചക്കറിക്ക് ഒഴിക്കുന്നത്. ഇങ്ങനെ ഇതിനകത്തോട്ട് വരും. ഇതിനകത്തും അമ്മ ഒഴിക്കും. പച്ചക്കറി വേസ്റ്റ് ഇടും. ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ഇത് സ്ലറി ഇങ്ങനെ വരും, ഒഴിച്ചു വരുമോ? ഒഴുകി വരുന്നത് എടുത്ത് എല്ലാത്തിനും എടുത്ത് ഒഴിക്കും. നമ്മളിടയ്ക്ക് അമ്മേനെ കളിയാക്കാറുണ്ട്. അമ്മ എന്താ കർഷക സ്ത്രീ ആണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ അമ്മയുടെ സ്നേഹവും കഷ്ടപ്പാടും അമ്മയ്ക്ക് മക്കള് നല്ലത് കഴിക്കട്ടെ എന്നുള്ള ആഗ്രഹമൊക്കെ കേട്ടോ ആ കൊട്ടയ്ക്കകത്ത് കിടക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്തോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.